Hello everyone, welcome to Bosco Campus Vision. I am Lakshmi V.S., Assistant Professor, Department of Commerce, Don Bosco College, Kottayam. This is the 33rd lecture on the subject Strategic Cost and Management Accounting. This lecture is based on Process Costing Applications, which is the second module in the subject. So, we are going to discuss about when there is only closing work in progress but with no process losses, which is a classification under the problems of equivalent production. നമ്മൾ equivalent production പറഞ്ഞപ്പോൾ അതിൽ പറഞ്ഞിരുന്നു there are mainly 4 heads. അതിൽ first head ആണിത് when there is only closing work in progress but with no process losses. Name indicate ചെയ്യുന്നത് പോലെ തന്നെ no process losses. So the existence of process losses ignored in this case. ഈ ഒരു കേസിൽ process losses അതായത് abnormal loss, normal loss അങ്ങനെ ഉള്ള losses ഇല്ലേ, it is ignored in this case. And closing work in progress is converted into equivalent units on the basis of estimates as regards degree of completion of materials, labor and production overhead. അതായത് closing work in progressനെ ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് ക്വസ്റ്റ്യനിൽ ഉണ്ടായിരിക്കും. അത് നമ്മൾ കൺവേർട്ട് ചെയ്ത് ഇക്വലന്റ് യൂണിറ്റ്സ് ആക്കി മാറ്റും. ആ ഇക്വലന്റ് യൂണിറ്റ്സ് ആക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം മെറ്റീരിയൽസ്, ലേബർ ആൻഡ് പ്രൊഡക്ഷൻ ഓവർഹെഡ് എത്രത്തോളം കംപ്ലീറ്റ് ആണ് അതിൻ്റെ ബേസിസിലായിരിക്കും നമ്മൾ ചെയ്യുന്നത്. ഇത് ഇങ്ങനെ തിയറിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ കൺഫ്യൂഷൻ ഉറപ്പായിട്ടും ഉണ്ടാവും, പക്ഷേ നമുക്കത് പ്രോബ്ലം ചെയ്യുമ്പോൾ ക്ലിയർ ആവും. ഓക്കെ, പ്രോബ്ലത്തിൽ നമ്മളത് ക്ലിയർ ആയിട്ട് ചെയ്ത് കാണിക്കുന്നുണ്ട്. ഓക്കെ, ദെൻ ആഫ്റ്റർ കാൽക്കുലേറ്റിംഗ് ഇക്വലന്റ് യൂണിറ്റ്സ് നോ ഡിഫിക്കൽട്ടി ടു ഇവാലുവേറ്റ് ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ്. സോ നമ്മൾ ഇക്വലന്റ് പ്രൊഡക്ഷൻ കമ്പ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് ഇവാലുവേറ്റ് ചെയ്യുന്നതിൽ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല. ഇത് ഇത്രയും പ്രോബ്ലം നമ്മൾ ചെയ്യുമ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്യുന്നുണ്ട്, അപ്പോൾ ഇത് ക്ലിയർ ആവും. സോ വി ആർ ഗോയിങ് ഇൻ ടു ദ പ്രോബ്ലം. ഇൻപുട്ട് 3800 യൂണിറ്റ്സ്, ഔട്ട്പുട്ട് 3000 യൂണിറ്റ്സ്, ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് 800 യൂണിറ്റ്സ്. സോ ഇൻപുട്ട് എന്ന് പറയുന്നത് 3800 യൂണിറ്റ്സ് ആണ്. ഇൻട്രൊഡ്യൂസ് ചെയ്ത ഇൻപുട്ട് എന്ന് പറയുന്നത് 3800 യൂണിറ്റ്സ് ആണ്. ദെൻ അവിടെ നിന്നുള്ള ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 3000 യൂണിറ്റ്സ് ആണ്. ആൻഡ് ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് 800 യൂണിറ്റ്സ്. ദെൻ ഡിഗ്രി ഓഫ് കംപ്ലീഷനും പ്രോസസ് കോസ്റ്റുകളും തന്നിട്ടുണ്ട്. മെറ്റീരിയലിൻ്റെ കേസിൽ ഡിഗ്രി ഓഫ് കംപ്ലീഷൻ 80% ആണ്. അതിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് 7280 ആണ്. ദെൻ ലേബർ degree of completion is 70% and the cost is 10680. And then overheads, degree of completion is 70% and the process cost is 7120. Find out equivalent production. Equivalent production calculate ചെയ്യുക. Cost per unit of equivalent production, equivalent productionന്റെ cost per unit calculate ചെയ്യുക. And prepare the process A account assuming that there is no opening work in progress and process loss. അതായത് പ്രോസസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക അസ്യൂമിങ് ദാറ്റ് ദർ ഇസ് നോ ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ്. ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ്സോ പ്രോസസ് ലോസോ ഇല്ല എന്ന് അസ്യൂം ചെയ്തുകൊണ്ട് പ്രോസസ് എ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക. സോ നമുക്ക് ഈ പ്രോബ്ലത്തിന്റെ സൊല്യൂഷൻ നോക്കാം. ആദ്യം നമ്മുടെ അടുത്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് സ്റ്റേറ്റ്മെന്റ് ഇക്വലന്റ് പ്രൊഡക്ഷൻ കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. സോ നമുക്ക് ഇക്വലന്റ് പ്രൊഡക്ഷൻ കണ്ടെത്താനായിട്ട് ദർ ഇസ് എ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഇക്വലന്റ് പ്രൊഡക്ഷൻ. ഇക്വലന്റ് പ്രൊഡക്ഷന്റെ സ്റ്റേറ്റ്മെന്റ് ആണ് ഇൻപുട്ട് കോളം, ഔട്ട്പുട്ട് കോളം, ഇക്വലന്റ് പ്രൊഡക്ഷൻ യൂണിറ്റ്സിന്റെ കോളം. ആൻഡ് ദെൻ ഐറ്റംസിന് യൂണിറ്റ്സ്. പിന്നെ ഇക്വലന്റ് പ്രൊഡക്ഷൻ യൂണിറ്റ്സിലും നമുക്ക് പ്രധാനമായിട്ടും എന്തൊക്കെയാണ് നമ്മളടുത്ത് പറഞ്ഞു, മെറ്റീരിയൽസിൻ്റെയും ലേബറിൻ്റെയും ഓവർഹെഡ്സിൻ്റെയും ഡിഗ്രി ഓഫ് കംപ്ലീഷൻ്റെ ബേസിസിലാണ് എന്ത് ചെയ്യുന്നത്, ഇക്വലന്റ് പ്രൊഡക്ഷൻ യൂണിറ്റ്സ് കണ്ടെത്തുന്നത്. സോ ലേബർ ആൻഡ് ഓവർഹെഡ്സ്, ലേബറും ഓവർഹെഡും ദെൻ മെറ്റീരിയൽസ്. ഇതിൽ ലേബറും ഓവർഹെഡും ഒരുമിച്ച് എഴുതിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ആ 70% സെയിം ആണ് രണ്ടിനും. ദെൻ മെറ്റീരിയൽസിൻ്റെത് ക്വസ്റ്റ്യനിൽ നോക്കിയാൽ അറിയാം, മെറ്റീരിയൽസിൻ്റെ വേറെ പെർസെൻറ്റേജ്. ഓക്കെ, സോ നമ്മൾ നോക്കുകയാണ്. ഫസ്റ്റ് നമുക്ക് ഇൻപുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന യൂണിറ്റ്സ് ആണ് പ്രോസസ്സിലേക്ക് എൻ്റർ ചെയ്യുന്നത്. അത് ക്വസ്റ്റ്യനിൽ അവർ പറഞ്ഞിട്ടുണ്ട്. യൂണിറ്റ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് 3800 ആണ് ഈ കോളം. ഓക്കെ, ദെൻ യൂണിറ്റ്സ് കംപ്ലീറ്റഡ് ആൻഡ് ട്രാൻസ്ഫേർഡ്, അതായത് എത്ര യൂണിറ്റ് കംപ്ലീറ്റ് ചെയ്തെന്ന് ക്വസ്റ്റ്യനിലുണ്ട്, 3000 യൂണിറ്റ്സ്. ദെൻ അവർ പറയുന്നുണ്ട് 800 യൂണിറ്റ്സ് ഇപ്പോഴും പ്രോസസ്സിലാണ്, അതായത് വർക്ക് ഇൻ പ്രോഗ്രസ് ആണ്. സോ 3000 ദെൻ 800, ടോട്ടൽ 3800. ക്ലിയർ ആണല്ലോ. ഇനി നമ്മൾ ഇക്വലന്റ് യൂണിറ്റ്സിൻ്റെ കമ്പ്യൂട്ടേഷനിലേക്ക് പോകുമ്പോൾ ആദ്യം നമുക്ക് മെറ്റീരിയൽസ് നോക്കാം. മെറ്റീരിയൽസ് യൂണിറ്റ്സ് 3000, അതായത് ഇത് കംപ്ലീറ്റഡ് യൂണിറ്റ്സ് ആണ്. കംപ്ലീറ്റ് ചെയ്ത് ട്രാൻസ്ഫർ ചെയ്തത് 3000 യൂണിറ്റ്സ് ആണ്. ദെൻ വർക്ക് ഇൻ പ്രോഗ്രസ് 800 ആണ്. 800ൻ്റെ 80% ആണ് മെറ്റീരിയൽസിൽ എന്താണ് കംപ്ലീറ്റ് ആയിരിക്കുന്നത്. അതായത്
80%, 800-ന്റെ 80% ആണ് ഈ മെറ്റീരിയൽസിൽ കാണിക്കേണ്ടുന്ന യൂണിറ്റ്സ്. ഓക്കെ, സോ 800-ന്റെ 80% 640. അതാണ് ഈ 640. ക്ലിയർ ആണല്ലോ? സോ മെറ്റീരിയൽസിൻ്റെ കഴിഞ്ഞു. കംപ്ലീറ്റ് ആയ 3000-ന് 100% തന്നെയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 100% അവിടെ കംപ്ലീറ്റ് ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റഡ് യൂണിറ്റ് ആണ്. ഇതിന്റെ പ്രോസസ്സിങ് കംപ്ലീറ്റ് കഴിഞ്ഞ് അടുത്ത പ്രോസസ്സിൽ പോയി. അപ്പോൾ അതിന് 100% മെറ്റീരിയൽ എന്താണ് കൺസ്യൂം ചെയ്തു. ആ ഒരു ഇതിൽ 3100. ദെൻ 640 എന്ന് പറയുന്നത് ഈ വർക്ക് ഇൻ പ്രോഗ്രസ് ആണെങ്കിൽ 800 ഉണ്ട് യൂണിറ്റ്സ് ടോട്ടൽ. അതിൻ്റെ 80% കംപ്ലീഷൻ ആയിട്ടുള്ളൂ. സോ 800 × 80, അതായത് 80/100, അതായത് 800 × 80/100 640. ഓക്കെ, ആ ഡിഗ്രി ഓഫ് കംപ്ലീഷൻ്റെ ബേസിസിൽ നമ്മൾ കണ്ടുപിടിച്ചതാണ്. ഇത് കൂട്ടിയെടുക്കുമ്പോൾ 3640 ആണ് ഈ കേസിലെ ഇക്വലന്റ് യൂണിറ്റ്സ്. ഓക്കെ, ദെൻ നമുക്കിത് ലേബർ ആൻഡ് ഓവർ ഹെഡിൻ്റെ കേസിലേക്ക് പോവാം. 3000 കംപ്ലീറ്റഡ് യൂണിറ്റ്സ് ആണ്, കംപ്ലീറ്റ് ആണ്, എല്ലാ പ്രോസസ്സും കഴിഞ്ഞു. സോ ലേബർ ആൻഡ് ഓവർ ഹെഡ് 100% ഇവിടെ ചിലവായിട്ടുണ്ട്. 3000 100% തന്നെ ചിലവായിട്ടുണ്ട്. ദെൻ കംപ്ലീറ്റ് ആകാത്ത 800 യൂണിറ്റ്സ് വർക്ക് ഇൻ പ്രോഗ്രസ് ഉണ്ട്. ആ 800-ന് 70% കംപ്ലീഷനേ വന്നിട്ടുള്ളൂ, രണ്ടിലും, ലേബറിലും ഓവർ ഹെഡിലും. സോ ആ 800-ന്റെ 70% കംപ്ലീഷനാണ് ഇവിടെ. 800 × 70/100, ദാറ്റ് ഈസ് 560. സോ അവിടുത്തെ ഇക്വലന്റ് യൂണിറ്റ്സ് 3560. ഈ 3560 കൂടെ കൂട്ടുമ്പോൾ ഇത്രയാണ് ഇക്വലന്റ് പ്രൊഡക്ഷൻ. സോ ഇക്വലന്റ് പ്രൊഡക്ഷൻ്റെ യൂണിറ്റ്സ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്തു. ക്ലിയർ? സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ കോസ്റ്റ് പെർ യൂണിറ്റ് ഓഫ് ഇക്വലന്റ് പ്രൊഡക്ഷൻ കാണിക്കാനാണ്. നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്. സെക്കൻഡ് ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് നമുക്ക് സ്റ്റേറ്റ്മെന്റ് ഓഫ് കോസ്റ്റ് പ്രിപ്പയർ ചെയ്യണം. ഓക്കെ, ദെൻ സ്റ്റേറ്റ്മെന്റ് ഓഫ് കോസ്റ്റിൽ നോക്കിക്കോ എന്തൊക്കെയാണ് ഐറ്റംസ് എന്ന്. എലമെന്റ്സ് ഓഫ് കോസ്റ്റ്, കോസ്റ്റിന്റെ എലമെന്റ്സ് നമ്മൾ പഠിക്കുന്നതാണ്, ഇപ്പോഴും പഠിച്ചതാണ്. ഏതാണ്? മെറ്റീരിയൽസ്, ലേബർ ആൻഡ് ഓവർ ഹെഡ്സ്. ദെൻ കോസ്റ്റ്, ഈ കോസ്റ്റ് ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ട്. ഡിഗ്രി ഓഫ് കംപ്ലീഷന്റെ പെർസെൻറ്റേജ് കൊടുത്തിരിക്കുന്നതിന്റെ തൊട്ടിപ്പുറത്ത് പ്രോസസ് കോസ്റ്റ്സ് എന്ന് പറഞ്ഞ് ഓരോന്നിൻ്റെയും കോസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ആ കോസ്റ്റാണ് നമ്മൾ എഴുതുന്നത്. മെറ്റീരിയൽസിന് 7280, ദെൻ ലേബർ 10680, ദെൻ ഓവർ ഹെഡ് 7120. ഇക്വലന്റ് പ്രൊഡക്ഷൻ യൂണിറ്റ്സ്, ഇതാണ് നമ്മൾ ഫസ്റ്റ് സബ് ക്വസ്റ്റ്യനിൽ കണ്ടുപിടിച്ചത്. ആദ്യം നമ്മൾ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഇക്വലന്റ് പ്രൊഡക്ഷൻ കണ്ടുപിടിച്ചില്ലേ, ആ സ്റ്റേറ്റ്മെന്റ് എടുക്കുക. ആ സ്റ്റേറ്റ്മെന്റിൽ ഇക്വലന്റ് പ്രൊഡക്ഷൻ മെറ്റീരിയൽസിന് 3640 നമ്മൾ ചെയ്ത് കണ്ടുപിടിച്ചിട്ടുണ്ട് ടോട്ടൽ. ഓക്കെ, ദെൻ ഓവർ ഹെഡും ലേബറും കൂടി ഒരുമിച്ചാണ് കണ്ടുപിടിച്ചത്. 3560 ഈച്ച്, അതിൻ്റെ രണ്ടിൻ്റെയും കൂടി ടോട്ടൽ, അതായത് ലേബറിന് 3560, ദെൻ ഓവർ ഹെഡിനും 3560. അതാണ് അവിടെ അർത്ഥം. ഓക്കെ, രണ്ടിൻ്റെയും കൂടെ ഒരുമിച്ച് നമ്മൾ സെയിം പെർസെൻറ്റേജ് ആയതുകൊണ്ട് അങ്ങ് ചെയ്തതാണ്. സോ 3560, 3560 ഈച്ച്. ക്ലിയർ? ദെൻ കോസ്റ്റ് പെർ കംപ്ലീറ്റഡ് യൂണിറ്റ്. നോക്കിയേ, കോസ്റ്റും ഉണ്ട്, ഇക്വലന്റ് പ്രൊഡക്ഷൻ യൂണിറ്റ്സും ഉണ്ട്. പിന്നെ കോസ്റ്റ് പെർ യൂണിറ്റ് കണ്ടെത്താൻ ബുദ്ധിമുട്ടില്ലല്ലോ. കംപ്ലീറ്റഡ് യൂണിറ്റിന്റെ കോസ്റ്റ് പെർ യൂണിറ്റ് കണ്ടെത്താനായിട്ട് ഈ കോസ്റ്റ് ഡിവൈഡഡ് ബൈ ഈ ഇക്വലന്റ് പ്രൊഡക്ഷൻ യൂണിറ്റ്. ഇവിടെ കോസ്റ്റ് മെറ്റീരിയൽസിന്റെ കേസിൽ 7280, ദാറ്റ് ഇസ് ഡിവൈഡ് ബൈ 3640, ദെൻ 2 rupees 2. ദെൻ ലേബറിന്റെ കേസിൽ 10680, ദെൻ ഇക്വലന്റ് പ്രൊഡക്ഷൻ 3560, ദെൻ കോസ്റ്റ് പെർ യൂണിറ്റ് എന്ന് പറയുന്നത് 3 rupees 3. ദെൻ ഓവർ ഹെഡ്സ് 7120, ദെൻ ഇക്വലന്റ് പ്രൊഡക്ഷൻ യൂണിറ്റ്സ് 3560, ദെൻ കോസ്റ്റ് പെർ യൂണിറ്റ് 2. സോ ഇതിൻ്റെ ടോട്ടൽ 7 ആണ്. ഈ പെർ യൂണിറ്റ് കോസ്റ്റ് എല്ലാം കൂടി കൂട്ടിയെടുക്കുമ്പോൾ 7 ആണ് കിട്ടുന്നത്. ദെൻ കോസ്റ്റിൻ്റെ ടോട്ടൽ 25,080. ഓക്കെ, ക്ലിയർ? സോ നമ്മൾ സ്റ്റേറ്റ്മെന്റ് ഓഫ് കോസ്റ്റ് യൂസ് ചെയ്തിട്ട് കോസ്റ്റ് പെർ യൂണിറ്റ് ഓഫ് കംപ്ലീറ്റഡ് യൂണിറ്റ്സ്, ഇക്വലന്റ് പ്രൊഡക്ഷൻ്റെ കോസ്റ്റ് പെർ യൂണിറ്റ് ഒക്കെ നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവാലുവേഷൻ്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ഈ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിനിഷ്ഡ് ഗുഡ്സും വർക്ക് ഇൻ പ്രോഗ്രസ്സും ആണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. ടോട്ടൽ 3800 ആണ്. അതിൽ 3000 ഫിനിഷ്ഡ് ഗുഡ്സും 800 വർക്ക് ഇൻ പ്രോഗ്രസ്സും ആണ്. നോക്കിക്കോ, ഫിനിഷ്ഡ് ഗുഡ്സ് 3000 ആണ്. ഈ 7 എവിടെ നിന്ന് വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കോസ്റ്റിൻ്റെ സ്റ്റേറ്റ്മെന്റ് ചെയ്തില്ലേ, ഇതിന് തൊട്ട് മുന്നേ ചെയ്ത സ്റ്റേറ്റ്മെന്റ്, ആ സ്റ്റേറ്റ്മെന്റിൽ പെർ യൂണിറ്റ് കോസ്റ്റ് എല്ലാം കൂടി നമ്മൾ കണ്ടുപിടിച്ച് അതിൻ്റെ ടോട്ടൽ എടുത്തിരുന്നു. ആ 7 rupees ആണ് ഈ ഫിനിഷ്ഡ് ഗുഡ്സിന് ആപ്ലിക്കബിൾ ആകുന്നത്. ഓക്കെ, ഒന്നുകൂടെ പറയാം. നമ്മൾ തൊട്ട് മുന്നേ ചെയ്ത സ്റ്റേറ്റ്മെന്റിൽ നമ്മളുടെ പെർ യൂണിറ്റ് കോസ്റ്റ് കണ്ടുപിടിച്ചതെല്ലാം കൂടി ആഡ് ചെയ്ത് 7 കിട്ടിയിരുന്നു. ആ കോസ്റ്റാണ് ഇവിടെ എടുക്കേണ്ടുന്നത്. ഓക്കെ, ആൻഡ് യൂണിറ്റ്സ് 3000. സോ 3000 ഫിനിഷ്ഡ് യൂണിറ്റ്സിന് 7 വെച്ചിട്ട് 21,000. ഓക്കെ, ദെൻ വർക്ക് ഇൻ പ്രോഗ്രസ് എടുക്കുകയാണ്. വർക്ക് ഇൻ പ്രോഗ്രസ് നമുക്കറിയാം, മെറ്റീരിയൽസ്
80% ഡിഗ്രി ഓഫ് കംപ്ലീഷൻ ആണെന്ന് നമ്മൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞു. നമ്മൾ ഇക്വലന്റ് പ്രൊഡക്ഷൻ യൂണിറ്റ്സ് നമ്മുടെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എടുക്കുക. ഫസ്റ്റ് നമ്മൾ ചെയ്ത സ്റ്റേറ്റ്മെന്റ് ഓഫ് ഇക്വലന്റ് പ്രൊഡക്ഷൻ. ആ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഇക്വലന്റ് പ്രൊഡക്ഷനിൽ 800 വർക്ക് ഇൻ പ്രോഗ്രസിന്റെ 80% 640 നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ആ 640ക്ക് നമ്മൾ തൊട്ട് മുന്നേ ചെയ്ത സ്റ്റേറ്റ്മെന്റ് ഉണ്ടല്ലോ, സ്റ്റേറ്റ്മെന്റ് ഓഫ് കോസ്റ്റ്, അതിലെ പെർ യൂണിറ്റ് കോസ്റ്റ് മെറ്റീരിയലിന് നമ്മൾ കണ്ടുപിടിച്ചത് 2 ആണ്. സോ 640 ഫസ്റ്റ് ഇക്വലന്റ് പ്രൊഡക്ഷനിൽ നമ്മൾ കണ്ടുപിടിച്ച 800ന്റെ 80% 640 ഇൻറ്റു തൊട്ട് മുന്നത്തെ സ്റ്റേറ്റ്മെന്റ് ആയ സ്റ്റേറ്റ്മെന്റ് ഓഫ് കോസ്റ്റിൽ നമ്മൾ പെർ യൂണിറ്റ് കോസ്റ്റ് മെറ്റീരിയലിന് കണ്ടുപിടിച്ച 2. സോ 640 ഇൻറ്റു 2 1280. ഓക്കെ. ദെൻ ലേബറിന്റെ കേസും ഇതുപോലെ തന്നെ ഇക്വലന്റ് പ്രൊഡക്ഷനിൽ എടുക്കുക. 800ന്റെ 70%, സോ 560 ഇൻറ്റു നേരത്തെ സ്റ്റേറ്റ്മെന്റിൽ നമ്മൾ കണ്ടുപിടിച്ചത് പെർ യൂണിറ്റ് 3 ആണ്. സോ 560 ഇൻറ്റു 3 1680. ദെൻ മൂന്നാമത്തെ കേസിൽ ഓവർഹെഡിന്റെ കേസിൽ നമ്മൾ 70% തന്നെയാണ്, രണ്ടും ഒരുമിച്ച് എഴുതിയിരുന്നേ ഉള്ളൂ, പക്ഷെ ആ യൂണിറ്റ്സ് 560 തന്നെയാണ്. ഓക്കെ, അവിടെ 560 ആണ് കണ്ടുപിടിച്ചത്. ആ 560 ഇൻറ്റു 2 നേരത്തെ സ്റ്റേറ്റ്മെന്റ് ഓഫ് കോസ്റ്റ് 2 ആണ് കണ്ടുപിടിച്ചത്. സോ 560 ഇൻറ്റു 2 1120. സോ ഇതെല്ലാം കൂടി കൂട്ടിയെടുക്കുമ്പോൾ വർക്ക് ഇൻ പ്രോഗ്രസിന്റെ ഇവാലുവേഷൻ സ്റ്റേറ്റ്മെന്റിൽ വരുന്ന വാല്യൂ എന്ന് പറയുന്നത് 4080. ക്ലിയർ ആണല്ലോ? നമ്മൾ 2 സബ് ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മുടെ തേർഡ് സബ് ക്വസ്റ്റ്യൻ ആണ്. പ്രോസസ് എ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക അസ്യൂമിംഗ് ദാറ്റ് ദർ ഇസ് നോ ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് ആൻഡ് നോ പ്രോസസ് ലോസ്. ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ്സോ പ്രോസസ് ലോസോ ഇല്ല എന്ന് അസ്യൂം ചെയ്തുകൊണ്ട് പ്രോസസ് എ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനാണ് തേർഡ് സബ് ക്വസ്റ്റ്യൻ. സോ പ്രോസസ് എ അക്കൗണ്ട് ആണ് ഇത്. നമ്മൾ പഠിച്ചിരിക്കുന്നത് പോലെ മെറ്റീരിയൽസ്, വേജസ് ആൻഡ് ഓവർ ഹെഡ്സ് ഒക്കെ എന്ത് ചെയ്യുക, പ്രോസസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിലാണ് നമ്മൾ പോസ്റ്റ് ചെയ്യേണ്ടത്. സോ മെറ്റീരിയൽസിന്റെ വാല്യൂ യൂണിറ്റ്സ് ഉണ്ട്. യൂണിറ്റ്സ് എത്രയാണെന്ന് നമുക്കറിയാം. ഇൻട്രൊഡ്യൂസ് ചെയ്ത് 3800 ആണ് ക്വസ്റ്റ്യനിലുണ്ട്. ഓക്കെ. ദെൻ അതിന്റെ വാല്യൂ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 7280. ദെൻ ലേബറിന്റെ വാല്യൂ തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ 10680. ദെൻ ഓവർ ഹെഡ്സിന്റെ വാല്യൂ 7120. ഓക്കെ. ദെൻ ഇനി നമുക്കറിയാം പ്രോസസ് അക്കൗണ്ടിൽ നിന്നും ഫിനിഷ്ഡ് സ്റ്റോക്ക് അക്കൗണ്ടും വർക്ക് ഇൻ പ്രോഗ്രസ് അക്കൗണ്ടും. ഓക്കെ, ഇത് രണ്ടും നമ്മൾ ക്രെഡിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമുക്കറിയാം പ്രോസസ് അക്കൗണ്ടിൽ നിന്ന് നമ്മൾ ഫിനിഷ്ഡ് സ്റ്റോക്ക് അക്കൗണ്ടിലേക്ക് അയക്കുമ്പോൾ അല്ലെങ്കിൽ മറ്റൊരു പ്രോസസ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് എവിടെയാണ് വരുന്നത്, ക്രെഡിറ്റ് സൈഡിലാണ് വരുന്നത്. നമ്മൾ പ്രോബ്ലംസ് ഒരുപാട് ചെയ്തതാണ്. ഓക്കെ, സോ ബൈ ഫിനിഷ്ഡ് സ്റ്റോക്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് നമുക്കറിയാം 3800 ഇൻട്രൊഡ്യൂസ് ചെയ്തതിൽ 3000 ഫിനിഷ്ഡ് ആണ്. സോ ആ 3000 ഈ യൂണിറ്റ്സ് കോളത്തിൽ കാണിക്കുക. ഓക്കെ. ദെൻ അതിൻ്റെ വാല്യൂ 21,000 നമ്മൾ നേരത്തെ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഇവാലുവേഷൻ ചെയ്തപ്പോൾ കണ്ടുപിടിച്ചിരുന്നു. 3000 ഇൻറ്റു 7 21,000 എന്ന് പറഞ്ഞാൽ അതാണ് അതിൻ്റെ വാല്യൂ. ഓക്കെ, അതാണ് ഈ 21,000. ദെൻ വർക്ക് ഇൻ പ്രോഗ്രസ് അക്കൗണ്ട്. വർക്ക് ഇൻ പ്രോഗ്രസും ക്വസ്റ്റ്യനിലുണ്ട്. 3800 ഇൻട്രൊഡ്യൂസ് ചെയ്തു, 3000 ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആയി. ദെൻ 800 ഇപ്പോഴും പ്രോസസ്സിലാണ്, അതാണ് വർക്ക് ഇൻ പ്രോഗ്രസ്. സോ വർക്ക് ഇൻ പ്രോഗ്രസ് ഇതിൻ്റെ വാല്യൂ നമ്മൾ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഇവാലുവേഷനിൽ കണ്ടുപിടിച്ചിരുന്നു. ഓരോന്നിൻ്റെയും വാല്യൂ എടുത്ത് മെറ്റീരിയലിൻ്റെയും ലേബറിൻ്റെയും ഓവർഹെഡിൻ്റെയും വാല്യൂ എടുത്ത് ടോട്ടൽ ചെയ്തപ്പോൾ 4080 പോസ്റ്റ് ചെയ്യുക. അക്കൗണ്ട് ടാലി ആവും. ഇതോട് പ്രോസസ് എ അക്കൗണ്ട് കഴിഞ്ഞു. ഈ പ്രോബ്ലം ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഈ ഒരു അക്കൗണ്ടോടുകൂടി അവസാനിക്കുന്നു. താങ്ക് യു.